നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് ബ്രസീൽ ജപ്പാനോട് ഏറ്റുമുട്ടുകയാണല്ലോ. ജപ്പാനോട് ഏറ്റുമുട്ടുന്നതിന് മുമ്പ് ജപ്പാൻ താരങ്ങൾ വലിയ രൂപത്തിൽ ബ്രസീലിനെ വെല്ലുവിളിക്കുന്നു, കോച്ച് വെല്ലുവിളിക്കുന്നു. വല്ലാത്ത അത് മൈൻഡ് ഗെയിമാണ്. ഇപ്പോൾ കെൻഡോ പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. അതായത് എന്ത് ബ്രസീൽ, ഏത് ബ്രസീൽ, പഴയ കാലത്തൊക്കെ ബ്രസീൽ സ്ട്രോങ് ആയിരിക്കും, ഇപ്പോൾ ഒന്നുമല്ല, ഇപ്പോൾ അർജൻറ്റീനയും ഫ്രാൻസും ഒക്കെയാണ് വലിയ ടീം എന്ന് പറയുന്നുണ്ട്. അതുപോലെ നെയ്മറെ പറ്റിയും, നെയ്മറൊക്കെ പണ്ട് ഗോൾ അടിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ പ്രായമൊക്കെ ആയി എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നെയ്മർ തൻ്റെ കരിയറിൽ ഏറ്റവും അധികം ഗോൾ അടിച്ചുള്ള ജപ്പാനെതിരെയാണ്. അപ്പോൾ അത് ചോദിക്കുമ്പോഴുള്ള മറുപടിയാണത്. ജപ്പാൻ്റെ കോച്ച് ഹാജിബ മൊറിയാസു ഇന്നലെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞത്, ബ്രസീൽ ഹിസ്റ്റോറിക്കലി വലിയ ടീമൊക്കെ ആയിരിക്കും, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് ഇവോൾവ് ചെയ്തിട്ടുള്ള ടീമാണ്. പിന്നെ ഞങ്ങൾ ബ്രസീലിനെ വെല്ലുവിളിക്കും, കാരണം ഞങ്ങൾക്ക് ഈ കപ്പ് ജയിക്കണം, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കപ്പ് അടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ഒരു ടോണിൽ ഇത് ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ഗെയിമാണ്. ആരോടാ കളിക്കുന്നത്? ആഞ്ചലോട്ടിയോട് മൈൻഡ് ഗെയിം. വാവ് വാവ്. ആഞ്ചലോട്ടിയുടെ മറുപടി കേൾക്കണം. ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആഞ്ചലോട്ടിയോട് ഈ കാര്യം ചോദിച്ചു. ജപ്പാൻ്റെ താരങ്ങളും കോച്ചുമൊക്കെ ഓരോ കാര്യങ്ങൾ പറയുകയാണല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹത്തിൻ്റെ മറുപടി, അവർ പറയുന്നതിന് മറുപടി പറയാൻ ഞാനില്ല, അവർ പറയുന്നതിന് ഒന്നും പറയാൻ ഞാനില്ല. കാരണം ഞാൻ ഈ ഗെയിമിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. എതിരാളികളുടെ ക്വാളിറ്റീസ് ഞാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗെയിമിന് നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്യുന്നുമുണ്ട്. പ്രിപ്പയറിങ് വെൽ, എന്നിട്ട് മറ്റ് പ്രശ്നങ്ങൾ ഒഴിവാക്കുക, അതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഗെയിമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അല്ലാതെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യവുമില്ല. അവരെന്ത് പറയുന്നു എന്നുള്ളതിന്, ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിതിന് മൈൻഡ് ഗെയിംസ് എന്ന് പറയും. അവർ പറയുന്ന ആ മൈൻഡ് ഗെയിംസിന് എനിക്ക് മറുപടിയില്ല എന്നാണ് ഇപ്പോൾ കോച്ചിൻ്റെ ഒരു പ്രത്യേക മറുപടിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തോട്, അതായത് ഇതൊക്കെ ഒരുപാട് കണ്ടതാണെന്ന്, അതാണ് കൊക്ക എത്ര കുളം കണ്ടാന്ന് പറയില്ല, അതാണ് ആഞ്ചലോട്ടി പറഞ്ഞത്. ഈ മൈൻഡ് ഗെയിമായി ആള് ടോപ്പ് 5 ലീഗിലൊക്കെ ടീമിനെ പരിശീലിപ്പിച്ച ആളാണല്ലോ, അതുകൊണ്ട് പറയുന്നത് മൈൻഡ് ഗെയിംസ് ഇതൊക്കെ കുറേ കണ്ടതാണ്, അതിന് മറുപടി പറയാനില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ നോക്കൗട്ട് കിങ് എന്നാണല്ലോ വിളിക്കാറില്ല, എന്ത് പറയുന്നു? നോക്കൗട്ട് സ്റ്റേജിലേക്ക് കടക്കുകയാണ്. അതായത് അറിയാലോ, ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗിലൊക്കെ അങ്ങനെ റയൽ മാഡ്രിഡ് വന്നിട്ട് നോക്കൗട്ട് സ്റ്റേജിൽ ഒരൊറ്റ കളിയാണ്, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കിരീടങ്ങളങ്ങ് വാരിക്കോട്ടിലാണ്. അപ്പോൾ അതിന് ചാലകശക്തിയാകുന്ന ആഞ്ചലോട്ടി അതാണ് ചോദിക്കുന്നത്, നിങ്ങളെ നോക്കൗട്ട് കിങ് ആണല്ലോ വിളിക്കുന്നത്, എന്ത് പറയുന്നു? അദ്ദേഹത്തിന് മറുപടി, എനിക്കറിയില്ല, അങ്ങനെ ഒരു പേരുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ ഇതൊരു നോക്കൗട്ട് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നോക്കൗട്ട് ആൻഡ് നത്തിങ് മോർ. ജയിച്ചാൽ മുന്നോട്ട് പോകും, ഒരു ടേണിംഗ് ബാക്കില്ല, ദർ ഇസ് നോ ടേണിംഗ് ബാക്ക്. അപ്പോൾ അതാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മത്സരങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചോദിച്ചാൽ, ബ്രസീലിന് അതിനുള്ള ക്ലവർ പ്ലെയേഴ്സ് ഉണ്ട്. ഈ പ്ലെയേഴ്സിൻ്റെ എക്സ്പീരിയൻസ്, അവർ ക്ലബ്ബിലും മറ്റുമൊക്കെ ഇത്തരം ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. ഈ ഒരു എക്സ്പീരിയൻസ് ടീമിനെ വളരെയധികം ശക്തിപ്പെടുത്തുന്നുണ്ട്. പ്ലെയേഴ്സിന് അറിയാം പെർഫെക്റ്റ്ലി എങ്ങനെ ഇത്തരം മത്സരങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ഇൻ ദാറ്റ് ആസ്പെക്ട് ഐ ആം വെരി കോൺഫിഡൻറ്റ് എന്നാണ് കോച്ച് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.